സമരങ്ങളിൽ തീയായി പെയ്തിറങ്ങിയവനാണ്. സഹപ്രവർത്തകരെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചവനാണ്. അനന്തപുരിയുടെ മാത്രമല്ല, കേരളത്തിന്റെ ആകെ സമര പോരാളിയാണ്. ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ നേമം ഡിവിഷൻ ജയിക്കാൻ നേമം ഷജീർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വീഡിയോ ഫുട്ടേജ് കൂടി പങ്കുവെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ നേമം ഷജീറിന് വിജയാശംസകൾ നേർന്നുകൊണ്ട് ഒരു കുറിപ്പ് തന്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. ആരാണ് നേമം ഷജീർ? നേമം ഷജീർ വലിയ സമര പോരാളിയാണ്. ചങ്കൂറ്റമുള്ള, ചങ്കുറപ്പുള്ള, നട്ടലുള്ള, വിരൽ ചൂണ്ടി ഏതൊരുത്തന്റെയും മുഖത്ത് നോക്കി ചൂണ്ടി കൈ ചൂണ്ടി സംസാരിക്കാൻ നട്ടലുള്ള നേതാവാണ് നേമം ഷജീർ. തിരുവനന്തപുരം കോർപ്പറേഷന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ നേമം ഡിവിഷനിൽ നിന്ന് മത്സരിക്കാൻ പോകുന്നത് ഈ പറയുന്ന നേമം ഷജീറാണ്. ആ ഷജീറിനെ കുറിച്ച് രാഹുൽ ഇത്തരത്തിൽ ഒരു എന്താ പറയേണ്ടത്, വൈകാരികമായ ഒരു കുറിപ്പ് പങ്കുവെക്കണമെങ്കിൽ അതിന് പല കാരണങ്ങളുമുണ്ട്. കാരണം രാഹുലിന് ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടായപ്പോ അന്ന് രാഹുലിന്റെ കൂടെ നിൽക്കാൻ എല്ലാം കൊണ്ടും തയ്യാറായ വ്യക്തികളിൽ ഒരാളാണ് നേമം ഷജീർ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടതാണ്. ഈ പറയുന്ന വിവാദങ്ങളും ഈ കോലാഹലങ്ങളും ഒക്കെ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആ വിവാദങ്ങൾക്കിടയിൽ രാഹുൽ കുറച്ച് ദിവസത്തേക്ക് പാലക്കാട് നിന്ന് മാറി നിന്നപ്പോൾ ആ മാറി നിൽക്കലിന്റെ അവസാനമായിട്ട് രാഹുൽ നിയമസഭാ സമ്മേളനം തുടങ്ങിയപ്പോ അങ്ങോട്ടിറങ്ങി പുറപ്പെട്ടപ്പോൾ നിയമസഭയിലേക്ക് രാഹുലിന്റെ കൂടെ കയറി ചെന്ന വ്യക്തികളിൽ ഒരാളാണ് നേമം ഷജീർ. ആ നേമം ഷജീറിന് ഈ പറയുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പില് എല്ലാ വിജയാശംസകളും നേരുകയാണ്. അതോടൊപ്പം നിങ്ങൾ കണ്ട വീഡിയോയില് നേമം ഷജീർ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായില്ലേ? ഏതൊരുത്തന്റെയും മുഖത്ത് നോക്കി കൈ ചൂണ്ടി സംസാരിക്കാൻ നട്ടലുള്ള, തന്റെ സഹപ്രവർത്തകരെ ചേർത്ത് പിടിക്കാൻ നട്ടലുള്ള, മനസാന്നിധ്യമുള്ള ഒരു നേതാവ്. രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. സ്നേഹപൊതിയുമായി, ഭക്ഷണമായി, രോഗികളുടെ തോഴൻ ആയി അവരുടെ കൂടെ എന്നും ഉള്ളവൻ, അനന്തപുരിയുടെ കാവൽക്കാരൻ നേമം ഷജീർ. ഒറ്റ പോസ്റ്റ് മതി 8 നിലയിൽ പൊട്ടാൻ എന്ന് വേറൊരുത്തന്. ഒറ്റ പോസ്റ്റ് മതി 8 നിലയിൽ പൊട്ടാൻ എന്ന് ഒരു അന്തംഗമ്മിയാണ് കേട്ടാ. നിന്നെ പോലെ സമരത്തിനിടയിൽ മറ്റേ പരിപാടിക്ക് പോകാത്തവരാണെന്ന് ആര് കണ്ടു എന്ന് വേറൊരു അന്തംഗമ്മി. ജൂനിയർ കെ സുധാകരനാണ് നേമം ഷജീർ, തെക്കൻ മേഖലയുടെ സംരക്ഷകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേമം ഷജീറിന് ഈ വിധത്തിലുള്ള കട്ട സപ്പോർട്ടുമായിട്ടാണ് ആളുകൾ വരുന്നത്. അതിനിടയിൽ 1-2 അന്തംഗമ്മികള് ഇത്തരത്തില് രാഹുലിനെ തെറി വിളിക്കുന്നവരും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. എന്തൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലക്കാട്ടേക്കുള്ള തിരിച്ചുവരവോ അല്ലെങ്കിൽ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിലേക്കുള്ള തിരിച്ചുവരവോ ഒന്നുമല്ല, കോൺഗ്രസ് പാർട്ടിയിലേക്ക്. കാരണം ഈ അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും സസ്പെൻഷൻ നേരിടുന്ന രാഹുല് പാർട്ടിയിലേക്ക് എപ്പോഴാണ് തിരിച്ചെത്തുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോ ആ കാര്യങ്ങളിൽ ചില വ്യക്തതകൾ ഇപ്പോ അനുദിനം ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും അതിലുള്ള വ്യക്തതകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, രാഹുലിനെതിരെ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ, രാഹുലിനെതിരെ വിവാദങ്ങൾ ഉയർന്നപ്പോൾ അന്നൊക്കെ കോൺഗ്രസിന്റെ മുന്നിൽ കോൺഗ്രസ് അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കിടക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, അന്ന് രാഹുലിനെ പ്രതിരോധിക്കുവാനോ രാഹുലിന് വേണ്ടി സംസാരിക്കുവാനോ പ്രസ്ഥാനം ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഈ സംസ്ഥാന സർക്കാരിന്റെ പിണറായി വിജയന്റെ പല ഈ ഭൂലോക തോൽവിയായിട്ടുള്ള വിജയന്റെ വീഴ്ചകളെ തുറന്നു കാട്ടാൻ സമയമുണ്ടായി എന്ന് വരില്ല. അപ്പോ കോൺഗ്രസ് പ്രതിരോധത്തിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുലിനെതിരെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പ്രസ്ഥാനം കടന്നത്. പക്ഷേ ഇന്ന് കാര്യങ്ങൾ മാറിമറിയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന രാഹുലിനെതിരെ സ്വമേധിയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ്, പിണറായി വിജയൻ ആഭ്യന്തരം ഭരിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് ഇന്ന് വലിയ പ്രതിസന്ധി നേരിടുകയാണ്.
പ്രതിസന്ധി എന്ന് പറയുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടം നിരന്തരമായി പോലീസിനെതിരെയും ഇവിടുത്തെ സർക്കാരിനെതിരെയും നിരന്തരമായ പോരാട്ടങ്ങളുമായി മുന്നിൽ നിന്ന് നയിച്ചപ്പോ രാഹുലിനെ കുത്താൻ കിട്ടുന്ന ഒരു സാഹചര്യം അത് മിസ്സാക്കി കളയരുത്, നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ള ഒരു ആവേശത്തിന്റെ പുറത്താണ് സ്വമേധയാ കേസെടുത്തുകൊണ്ട് പോലീസ് അന്വേഷണത്തിന് ഇറങ്ങിയത്. അതിനു മുകളിൽ ഈ പോലീസിന് മുകളിൽ പല നിർദ്ദേശങ്ങളും പല സമ്മർദ്ദങ്ങളും ഉണ്ടായിരുന്നു. രാഹുലിനെ പൂട്ടണം എന്നുള്ള നിർദ്ദേശം പോലീസിന് മുകളിൽ നിന്ന് ലഭിച്ചിട്ടുമുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്താൻ ഇറങ്ങി പുറപ്പെട്ട പോലീസുകാര് ഇന്ന് നടു റോഡിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണുള്ളത്. കാരണം കേസ് പരാതികളില്ലാതെ എങ്ങോട്ടും കൊണ്ടു ചെന്നെത്തിക്കാൻ കഴിയാതെ വല്ലാതെ കുടങ്ങിക്കിടക്കുന്ന ഒരു ഘട്ടത്തിലാണ് പോലീസും ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരും ഉള്ളത്. അപ്പോ അങ്ങനെ പോലീസ് പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്നത് കോൺഗ്രസ് അറിയുന്നുണ്ട്, ഇവിടുത്തെ CPM അറിയുന്നുണ്ട്, പിണറായി വിജയൻ അറിയുന്നുണ്ട്, എല്ലാവരും അറിയുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ പറയുന്ന പുകമറകളും വിവാദങ്ങളും ഒക്കെ അടിസ്ഥാനരഹിതമാണ് എന്ന് പോലീസ് തന്നെ വൈകാതെ വിളിച്ചു പറയുന്ന ഒരു ഘട്ടം കൂടി വരാനുണ്ട്. അതോടുകൂടി ഈ പറയുന്ന കോൺഗ്രസിലേക്കുള്ള രാഹുലിന്റെ തിരിച്ചുവരവ് പൂർണ്ണമാകുമെന്നുള്ളതാണ്. എന്തൊക്കെയാണെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ പറയുന്ന ഷജീറിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് രാഹുല് ഇങ്ങനെ സജീവമാകുന്നത് കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങൾ ഉണ്ടാക്കിയ അന്ന് മുതൽ രാഹുലിന് വേണ്ടി സംസാരിക്കുകയും രാഹുലിനെ പിന്തുണക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം അയാൾ മുന്നണി പോരാളിയാണ് ഈ പ്രസ്ഥാനത്തിന്റെ. അതുപോലെ തന്നെ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വളരെയധികം പിന്തുണയുള്ള വ്യക്തിയുമാണ്. അതുകൊണ്ട് അയാൾ അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വ്യക്തിയല്ല. തിരിച്ചുവരവ് നിർബന്ധമായും നടക്കേണ്ട, അത് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയാത്ത ഒരു വ്യക്തി കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോ രാഹുലിന്റെ തിരിച്ചുവരവ് അത് നടന്നേ മതിയാകൂ എന്നുള്ള ഒരു അഭിപ്രായക്കാരൻ കൂടിയാണ് ഞാൻ. അപ്പോ കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും രാഹുൽ പല നീക്കങ്ങളും കരുനീക്കങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. അക്കൂട്ടത്തില് പാലക്കാട് നിയോജക മണ്ഡലത്തില് രാഹുൽ വളരെ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. എസ്പെഷ്യലി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലും പാലക്കാടും ഒക്കെ ഒരേ സമയത്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പാലക്കാട്ട് രാഹുൽ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പാർട്ടിയുടെ പിന്തുണയുണ്ട് എന്നുള്ള സംസാരങ്ങളും വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പാലക്കാട് നഗരസഭയും കണ്ണാടി ഗ്രാമപഞ്ചായത്തും ഒക്കെ പിടിച്ചെടുക്കുവാൻ പാലക്കാട്ട് രാഹുൽ തന്നെ മുന്നിൽ നിന്ന് നയിക്കണമെന്ന് പാർട്ടിക്ക് നല്ല ബോധ്യവുമുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തില് രാഹുൽ പാലക്കാട്ടടക്കം വലിയ സജീവമായ ഇടപെടലുകൾ നടത്തുന്നതുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും രാഹുലിന്റെ തിരിച്ചുവരവിലേക്ക് ഉള്ള സൂചനകളായിട്ട് അതോടൊപ്പം തന്നെ തൻ്റെ കൂടെ നിന്നവൻ, തനിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ തൻ്റെ കൂടെ നിന്ന തൻ്റെ സഹപ്രവർത്തകൻ, ആ സഹപ്രവർത്തകനെ കൈയൊഴിയാനും രാഹുൽ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ്. രാഹുൽ മുന്നിൽ നിന്ന് നയിക്കുന്നു, അതോടൊപ്പം തൻ്റെ സഹപ്രവർത്തകരെ ചേർത്ത് പിടിക്കുവാനും രാഹുൽ തയ്യാറാവുന്നു. നേമം ഷജീറിനെ പോലെയുള്ള ആളുകൾ വിജയിച്ച് കയറേണ്ടത് ഈ നാടിന്റെ, നമ്മുടെ കേരളത്തിന്റെ ആവശ്യമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ചോദ്യങ്ങൾ ചോദിക്കുവാൻ, വിരൽ ചൂണ്ടി സംസാരിക്കുവാൻ നട്ടലുള്ള ആളുകൾ, തൻ്റെ സഹപ്രവർത്തകരെ ചേർത്ത് പിടിക്കുവാൻ നട്ടലുള്ള ആളുകൾ തന്നെയാണ് ആവശ്യമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും നമുക്ക് ആർക്കും വേണ്ട. കാരണം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന്, ആ കോർപ്പറേഷൻ നിങ്ങളെന്നെടുത്ത് പരിശോധിക്കുക. ആ കോർപ്പറേഷനിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികള് ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക മുഴുവൻ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് വളരെ സജീവമായി, UDF വളരെ സജീവമായി ഈ പറയുന്ന തിരുവനന്തപുരത്ത് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തില് ആ പട്ടികക്ക് ഒരു കരുത്തേക്കൊണ്ടാണ് നേമം ഷജീറിന്റെ പ്രഖ്യാപനം കൂടി വരുന്നത്. നമ്മൾ കണ്ടു KSUയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള വൈഷ്ണവി, ആ വൈഷ്ണവി അവിടെ മത്സരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ യുവതലമുറയെ ഇറക്കിക്കൊണ്ട് കളം പിടിക്കുവാനുള്ള, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുവാനുള്ള ശ്രമങ്ങൾ UDF ആരംഭിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല, പ്രവർത്തനങ്ങളിലും പ്രചരണങ്ങളിലും ഒരുപടി മുന്നിൽ നിന്നുകൊണ്ട് തന്നെ UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അവിടേക്കാണ് നേമം ഷജീർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തിന്റെ കരുത്തുറ്റ നേതാവിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടവും രംഗത്തെത്തുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്.